ജാസ്മിന് ഗബ്രി പോയതിന്റെ നല്ല സന്തോഷം മുഖത്തുണ്ടെന്ന് ജിൻഡോ ജാസ്മിനോട് ജനഹൃദയങ്ങൾ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യമാണിത്. പ്രൊമോയിലാണ് കാണിച്ചത്. അപ്പം നാളത്തെ എപ്പിസോഡിലായിരിക്കും വരിക. എന്ത് തന്നെയാണെങ്കിലും ജാസ്മിന് ഗബ്രി പോയപ്പോൾ ആദ്യം തോന്നിയതോ ഞാനല്ലല്ലോ ഔട്ടായത്, ഗബ്രി ആണല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അതൊരു 30 സെക്കൻഡ് ജാസ്മിന്റെ മുഖത്ത് മിന്നി മറിഞ്ഞായിരുന്നു ഇന്നലെ ആക്ടിവിറ്റി ഏരിയയിൽ. എന്നിട്ടാണ് പിന്നെ കരയാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഗബ്രിയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുള്ള ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. എന്താണെങ്കിലും അത് പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് ഗബ്രിയുടെ ഗെയിം നശിപ്പിച്ചതും ഗബ്രി ഔട്ടാകാനുള്ള കാരണവും ഒക്കെ ജാസ്മിൻ തന്നെയാണെന്ന്. അപ്പോഴത്തേക്കും ജാസ്മിൻ്റെ തനി സ്വഭാവം പുറത്ത് വരുന്നുണ്ട്. നീ പോടാ, നീ പണ ഇങ്ങനത്തെ ഒരുമാതിരി ശരിക്കും പറഞ്ഞാൽ ലോക്കൽ സംസാരമാണ് ജാസ്മിൻ തിരിച്ച് മറുപടി കൊടുക്കുന്നത്. ലാലേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് എടാ പോടോന്ന് എന്തിനാ വിളിക്കുന്നത്. ഇനിയിപ്പോൾ ദേഷ്യം വന്നാലും അങ്ങനെ വിളിച്ചാലും ആ ഒരു സ്റ്റൈലും ജാസ്മിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെയാണോ ആളുകൾ, അല്ലെങ്കിൽ ഇവരൊക്കെ ഏത് വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പോലെ ആളുകൾക്ക് തോന്നിപ്പോവും ആ ഒരു ഭാഷ കാണുമ്പോൾ. അച്ഛനും അമ്മയൊക്കെ എത്ര നന്നായിട്ട് വളർത്തിയതായിരിക്കും, എന്നിരുന്നാലും ജാസ്മിൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ജാസ്മിൻ നല്ലൊരു ഗെയിമറൊക്കെ തന്നെയാണ്. പറയുന്ന ഭാഷാ രീതിയും ആ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ടോപ്പ് 5 എത്താൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ ജിൻഡോ എന്തായാലും കൊടുത്തത് കലക്കി. അതേപോലെ തന്നെ റസ്മിനും നല്ലതുപോലെ മറുപടി കൊടുത്തിട്ടുണ്ട് ജിൻഡോ. റസ്മിന്റെ ക്യാപ്റ്റൻസി നല്ലതായിരുന്നില്ല എന്ന് ജിൻഡോ പറഞ്ഞതിന്റെ ഒരു പ്രതിഷേധത്തിലാണ് ലാലേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം റസ്മിൻ പോയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാടോ, താൻ ഇനി കണ്ടോ, തൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവം ഞാൻ കാണിച്ചു തരാടോ, കള്ളത്തരങ്ങളുടെ രാജാവല്ലേടോ തനിക്ക് ഞാൻ ഇനി ഒരു പരിഗണനയും തരില്ല, ഒരു മാനുഷിക പരിഗണനയും തരാൻ പോണില്ല. അപ്പോൾ ജിൻഡോ വളരെ കൂളായിട്ട് പറയുന്നുണ്ട് നിന്റെ പരിഗണന കൊണ്ടൊന്നും അല്ലല്ലോ ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെ. എന്ത് തന്നെയാണെങ്കിലും ജാസ്മിന് ഗബ്രി പോയതിൽ പിന്നെ സന്തോഷമാണെന്നും ഒക്കെ ഇനി ഗബ്രി പുറത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കട്ടെ. ഗബ്രിക്ക് തന്നെ തോന്നുന്നു ദൈവമേ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയായിരുന്നു ഞാൻ എൻ്റെ ഗെയിം നശിപ്പിച്ചതെന്ന്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രം വിഷവിയോ.